ഓസ്ട്രേലിയയിലോട്ട് വരാനിരിക്കുന്നവർക്ക് പൊതുവെ ഒരു സംശയമാണ്, റീജിയണൽ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ കൂടുതൽ സൗകര്യങ്ങളുണ്ടോ, എന്താണ് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങളുടെ ഈ വീഡിയോ പറയുന്നത്. റീജിയണൽ ഏരിയയിൽ വരുന്നത് നല്ലതാണോ? ഞങ്ങൾ വന്നിരിക്കുന്ന റീജിയണൽ ഏരിയയാണ്, അപ്പോൾ ഞങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം എന്താണ് നിൻ്റെ ഒരു എക്സ്പീരിയൻസ് റീജിയണൽ ഏരിയ വന്നിട്ട്, നല്ലതാണോ? എൻ്റെ അനുഭവത്തിൽ റീജിയണൽ ഏരിയ വന്നത് വളരെ നല്ലതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ റൂറൽ ഏരിയയിലോട്ട് വരുമ്പോൾ അവർ മെയിനായിട്ട് നമുക്ക് വിസ കൊടുക്കും. സോ 186 വിസയിലായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ വിസയിൽ വരുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ റൂറൽ ഏരിയ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റൂറൽ ഏരിയയിൽ 180 കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് ഇൻസെൻറ്റീവ്സ് അത് അവർ 3 പ്രാവശ്യമായിട്ട് തരും. ഇല്ലെങ്കിൽ നമുക്ക് പെർ മന്ത് സാലറിയുടെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്തും തരും. അതൊന്ന്. പിന്നെ നമുക്ക് അവർ പറയുന്ന കോൺട്രാക്റ്റിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ആ 186 പെർമനന്റ് വിസയും കിട്ടും. പിന്നെ ഓക്കെ, പിന്നെ വന്നു കഴിഞ്ഞിട്ട് നിനക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ്? ഇവിടെ നല്ല ഷോപ്പുകളുണ്ട്. പൊതുവെയുള്ള ഡൗട്ടുകളാണ്, ഇവിടെ ഷോപ്പുകളുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ എക്സ്പെൻസീവ് ആണോ, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകളുണ്ട്. എന്താണ് ഇവിടെ ഷോപ്പുകളും കാര്യങ്ങളും? എനിക്ക് തോന്നുന്നു നമ്മൾ ഓസ്ട്രേലിയയിലെ ഏത് സ്ഥലത്തോട്ട് വന്നാലും അവിടെ അത്യാവശ്യം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ മെയിൻ ഷോപ്പുകൾ എന്ന് പറയുന്നത് കോൾസും വൂൾവർത്തും, അതുപോലെ തന്നെ മാക്ഡൊണാൾഡ്സും KFCയും ഒക്കെ എല്ലായിടത്തും തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ ഷോപ്സ്, ഡൊമിനോസ് പിസ്സ, അത്യാവശ്യം GP കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ എല്ലാം തന്നെ ഉണ്ട്. അതെ. പിന്നെ ഇന്ത്യൻസ് എന്തായാലും കൂടുതലുള്ളിടത്തോ, കേരളീയർ കൂടുതലുള്ളിടത്തോട്ടായിരിക്കും ഇന്ത്യൻ ഷോപ്പുള്ളത്. ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഇന്ത്യൻ ഷോപ്പുകളില്ല. അവിടുന്ന് ഒരു 1 hour ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഇന്ത്യൻ ഷോപ്പുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഷോപ്പുകളും എല്ലാം നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. സ്കൂളുകളാണെങ്കിലും സ്കൂളും നല്ല സ്കൂളുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചർച്ചുകൾ, എന്തായാലും നമ്മൾ ചർച്ചിൽ പോകുന്നത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അനുസരിച്ചുള്ള ചർച്ചുകളിൽ നമ്മൾ പോകാറുള്ളൂ. പിന്നെ അത്ര ദൂരം പോകാത്തവർ ഇവിടെയുള്ള ഇംഗ്ലീഷ് ചർച്ചിൽ തന്നെ പോകും. ഏത് റീജിയണൽ ഏരിയയിൽ പോയാലും ഒരു 1/2 hour അല്ലെങ്കിൽ 1 hour നമ്മൾ ട്രാവൽ ചെയ്താൽ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ഉള്ള പള്ളിയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. ട്രാവൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടു പോകും. കാരണം ഇവിടുന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ നല്ലൊരു 1 hour 2 hour ഡ്രൈവ് ഉണ്ട് എവിടെ ആണെങ്കിലും. നമുക്ക് ഇപ്പോൾ ഓസ്ട്രേലിയ മസ്റ്റായിട്ടാണ് വന്നു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അത് കഴിഞ്ഞ് നല്ലൊരു വണ്ടി എടുക്കുക. പിന്നെ ഡ്രൈവിങ് ഇവിടെ നമ്മുടെ തന്നെ UK പോലെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ബസ്സും കാര്യങ്ങളും അത്രയും നമുക്ക് UK പോലെ ഇല്ല. അതുകൊണ്ട് നമ്മൾ കൂടുതലും കാറുകളിലാണ് ഡിപ്പെൻഡ്. നമ്മുടെ കാറുകൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് കൂടുതലും ഇവിടെ ഉള്ളത് ആൾക്കാർ. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളികളെ കുറവുള്ളൂ. പക്ഷേ മറ്റേ മലയാളീസ് അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഏരിയയിൽ മലയാളീസ് കുറവാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒത്തിരി പേര് ഇവിടെ വന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. അവർ കുറേ നാൾ സിറ്റി ലൈഫിലൊക്കെ ജീവിച്ചാണ്. അവർ പറയുന്നത് അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത്, അവർ ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇവിടെ ആണെന്ന് അവർ പറയുന്നത്. പിന്നെ അവരുടെ ഇന്ത്യൻ ഷോപ്സ് അതെ, ഇവിടെ ഇന്ത്യൻ ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് അവർ, റെസ്റ്റോറൻറ്റ്സ്. ഇന്ത്യൻ ഫുഡിനോട് നമ്മുടെ ഇവിടെയുള്ള ഇംഗ്ലീഷുകാർക്ക് ഭയങ്കര ഒരു ഇതാണ്, വീക്ക്നെസ്സാണ് നമ്മുടെ ബട്ടർ ചിക്കനും പൊറോട്ടയും നാനും. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് അറിയാവുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട്. പിന്നെ സിറ്റീസിനെ കമ്പയർ ചെയ്യുമ്പോൾ റൂറൽ ഏരിയാസിൽ റെൻറ്റും കുറച്ച് അതുണ്ട്. മറ്റേ നമ്മുടെ ട്രാഫിക്കുകളില്ല. പിന്നെ റെൻറ്റ് പറഞ്ഞതിൻ്റെ തൊട്ട് ഒത്തിരി കുറവുണ്ട്. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിഡ്നി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും സിഡ്നിയുടെ അത്ര ഒരു നമുക്ക് ഒത്തിരി സേവിങ്സും ഇവിടെ നിൽക്കാൻ പറ്റും. നമ്മൾ തുടക്കകാലത്ത് ഇവിടുന്ന് വരുന്നവരാണെങ്കിൽ, പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സേവിങ്സ് ഒക്കെ നടത്തിയിട്ട് പിന്നെ നമുക്ക് ഫ്യൂച്ചറിലോട്ട് 2 വർഷം കഴിഞ്ഞ് നമുക്ക് നല്ലൊരു വീടൊക്കെ വാങ്ങി നമുക്ക് കുറച്ചുകൂടെ, ഒത്തിരി സിറ്റിയിലോട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല, കുറച്ച് സിറ്റിയുടെ അടുത്തായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ സേവിങ് വെച്ചുകൊണ്ട് നമുക്ക് വീടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഈ റൂറൽ ഏരിയയിൽ നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ക്ലോസ് ടു നേച്ചറാണ്. എന്താ പറയുന്നത്, പൊല്യൂഷൻ ഇല്ല, ലൈഫ് ഭയങ്കര കൂളായിരിക്കും, ട്രാഫിക് ഇല്ല, ട്രാഫിക് ഒട്ടും ഇല്ല ഇവിടെ. നമുക്ക് ഏത് സമയത്ത് എപ്പോൾ വേണേലും എവിടെ വേണേലും പോകാം. ട്രാഫിക് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ല. കാരണം ഇത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയ ആണ്. എന്ന് വെച്ചാൽ 6000-8000 പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ ഈ ഏരിയയിൽ. ആൾക്കാരും നല്ല ആൾക്കാരാണ്. എന്താണ് പറയുന്നത്, നമ്മൾ എല്ലാം കൊണ്ടും നല്ലൊരു ഏരിയ തന്നെയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഹോസ്പിറ്റലും നല്ല ഹോസ്പിറ്റലാണ്.
പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ റൂറൽ ഏരിയ നിൽക്കുവാണെങ്കിൽ നമുക്ക് ലൈസൻസ് എടുക്കാൻ എളുപ്പമാണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ റോഡുകളും അതെ അതെ ബിഗ് അതെ റോഡ് അതുകൊണ്ടൊക്കെ എളുപ്പമാണെന്നാണ് വലിയ പറയുന്നത്. ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പുതുതായിട്ട് വരുന്നവർക്കും ഇവിടെ ലൈസൻസ് ഒക്കെ അപ്ലൈ ചെയ്യാമെങ്കിൽ ഈ റോഡുകളിലായിരിക്കും ടെസ്റ്റ് കിട്ടുന്നത്. അപ്പം വലിയ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് ഈസി ആയിരിക്കും നിങ്ങളുടെ ലൈസൻസ് ടെസ്റ്റും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഈ നോർത്ത് ഇന്ത്യൻ ഈ അടുത്ത് മെൽബണിൽ നിന്ന് വന്നേ, അവർ പറയുന്നത് അവരിപ്പം എൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്നത്, അവർ പറഞ്ഞത് മെൽബൺ അവരായിരുന്നപ്പം അവരുടെ സ്കൂളിൽ ഭയങ്കര ബുള്ളിങ് ആണ് പറഞ്ഞത്. ഇന്ത്യൻ പിള്ളേർക്കെതിരെ നല്ല ബുള്ളിങ് ആണ്. പക്ഷെ അതൊന്നും നമ്മുടെ ഈ സ്കൂളിലില്ല, റൂറൽ സ്കൂൾസിലില്ല. അല്ല ഇവിടെ ഞാൻ കുറച്ചുകൂടെ കണ്ടു. ഞങ്ങളിപ്പോൾ റീസെൻ്റ് UK നിന്ന് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കണ്ട് കുറച്ചുകൂടെ ആൾക്കാർ നമ്മൾ ഭയങ്കര വെൽക്കമിങ് ആണ് ഇവിടുത്തെ, ഇല്ലേ? വെൽക്കമിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ട് പോയാലും ഒരു ഹായ് ഒരു ഇതുണ്ട്. പിന്നെ റേസിസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേസിസം ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ ഒന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ആൾക്കാരെല്ലാം നല്ലതാണ്, സ്കൂളുകളും നല്ലതാണ്. പിന്നെ കുറേ പേർക്ക് സംശയമുണ്ട് ഹസ്ബൻഡ്സിനൊക്കെ ജോലി ജോലി കിട്ടും. കിട്ടുമെന്നുള്ള അത് ഓരോ ഈച്ച് സിറ്റി എന്താ പറയുക ടൗണിനെ ഡിപ്പെൻഡ് ഹസ്ബൻഡ്സിന് ചെയ്തിരിക്കും. ജോലി ഇപ്പം ഡിപ്പെൻഡായിട്ട് വരുന്നവർക്ക് ജോലി കിട്ടണമെങ്കിൽ ഇവിടെ UK പോലല്ല, ഇവിടെ നമ്മളൊരു മസ്റ്റായിട്ട് ഒരു എന്താണോ കോഴ്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ കോഴ്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സാധാ ജോലിക്കൊക്കെ പോവാം, സാധാരണ സാധാ ഷോപ്പിൽ ഷോപ്പിൽ അങ്ങനെ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള ജോലിക്കാണെങ്കിൽ അത് ഇവിടെ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു കോഴ്സ് ചെയ്യുക. ഒരു 3 മാസമോ ഒക്കെ ഉള്ളു. അതിന് പറയും ടഫേ എന്ന് പറയും. ടഫേ കോഴ്സസ് ഇവിടെ ചെയ്യുക. 3 മാസമാണ് മാക്സിമം അതിനകത്തുള്ളത്. ഇപ്പം 186 വിസ അങ്ങനെയുള്ള വിസകളിലൊക്കെ വരികയാണെങ്കിൽ പിന്നെ കുറച്ച് ഇളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ PR വിത്ത് PR ഒക്കെ വരുന്നെങ്കിൽ കുറച്ച് ഇളവുകളും കാര്യങ്ങളും ഉണ്ട് കോഴ്സിന്, നമ്മുടെ കോഴ്സിനും കാര്യങ്ങളൊക്കെ ഇല്ല. ആ കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോലി കിട്ടാൻ എവിടെ നിങ്ങൾക്ക് ന്യൂ സൗത്ത് വെയിൽസിൻ്റെ കാര്യം അറിയാം, ന്യൂ സൗത്ത് എവിടെ വഴി ജോലി കിട്ടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഇതുപോലെ നിയറസ്റ്റ് എയർപോർട്ട് ആണെങ്കിൽ ഒരു 1 hour അടുത്തായിട്ട് എയർപോർട്ടിലിടം ഉണ്ട്. എയർപോർട്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഡ്രൈവിംഗ് ഒരു വിഷയമല്ല. ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ എല്ലാം ദൂരെ തന്നെ, എന്നും അത്ര അടുത്തൊന്നും അല്ലായിരിക്കും. ഡ്രൈവിങ് നമുക്ക് ഇവിടെ മസ്റ്റാണ്. കാർ എടുക്കുക, നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പ്രിപ്പയർ ആയി തന്നെ ഓസ്ട്രേലിയ വരാനുള്ളവർ ആണെങ്കിൽ അത് എല്ലാം അത്യാവശ്യം ദൂരം തന്നെയാണ്. എല്ലായിടത്തും എയർപോർട്ട് ആണെങ്കിലും സിറ്റികളുടെ അടുത്തായിരിക്കും ഓഫ് കോഴ്സ് അത് എയർപോർട്ടും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ താമസിക്കുന്നുണ്ട്, നമുക്ക് അവിടെ ലോങ് ടൈം പാർക്ക് ചെയ്തിട്ട് നമുക്ക് നാട്ടിൽ പോകേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അവിടെയൊക്കെ. അങ്ങനെയാണ് ഇവിടെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ 186 റൂറൽ ഓർ റീജിയണൽ ഏരിയയിൽ വരുവാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്കും നമ്മുടെ ഫാമിലിക്കും ടിക്കറ്റ് എടുത്തു. ഇത് എല്ലായിടത്തും തന്നെ എല്ലാ ന്യൂ സൗത്ത് വെയിൽസിലും ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു, ഇപ്പോൾ ഇവരുടെ ഹോസ്പിറ്റലിൽ തന്നെ ഇവരുടെ ട്രസ്റ്റ് തന്നെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു അക്കോമഡേഷൻ തന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ അക്കോമഡേഷനിൽ നമുക്ക് കുറച്ച് പൈസ ഇളവൊക്കെ ഉണ്ട്. അതെ, ഫസ്റ്റ് 3 months നമുക്ക് ഫ്രീ ആയിരുന്നു. പിന്നെ 1 year അതിൻ്റെ ഒരു ഹാഫ് റെന്റിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ഒരു 8 weeks നമുക്കൊരു പുതിയ വണ്ടി അല്ലെങ്കിൽ വണ്ടി എടുക്കുന്ന ടൈം ഒരു വണ്ടി അവർ റെന്റിന് തന്നു. ആ വണ്ടിയാണ് ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മളിവിടെ വന്ന് ഇറങ്ങി പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് വണ്ടി കിട്ടി. പിന്നെന്താണ്, പിന്നെ ഇവിടെ വന്നു ഇവിടെ അവരുടെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നു, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ടുപോയി അവര് എങ്ങനെയൊക്കെയാ TFN അപ്ലൈ അതെ എല്ലാ ചൈൽഡ് കെയർ ഇപ്പൊ ഈ ഹെൽത്ത് കെയർ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചൈൽഡ് കെയർ എന്ന് പറഞ്ഞുകൊണ്ട് അത് മസ്റ്റാണ്. അതൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എല്ലാം വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ടുപോയി എല്ലാം ചെയ്യിപ്പിച്ചിട്ടാണ് സെറ്റിലാക്കിയിട്ടാണ് അവർ ഇതായത്. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഒത്തിരി ഒന്നും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടേ ഇല്ല. ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ന സ്കൂൾ എല്ലാം നേരത്തെ തന്നെ അവരെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ട് അടുത്ത ഏരിയയിൽ അടുത്ത സ്കൂളുകളുണ്ട്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞു തന്നിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ അവർ പിക്ക് ചെയ്ത് ഹോട്ടലിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അക്കോമഡേഷനിൽ കൊണ്ടുവന്നു. അക്കോമഡേഷൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം അത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളും 3 bedroom ഒരു വീട് വിത്ത് കാറൊക്കെയാണ് തന്നത്. അത് തന്നെ ഇതിൽ കൂടുതൽ എന്താണ് ഒരു വന്നു കഴിഞ്ഞാൽ അവർ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ കണ്ടത്. പിന്നെ സ്കൂളിലാണെങ്കിലും നമ്മളിപ്പം സിറ്റീസിനൊക്കെ വരുന്ന പിള്ളേരാണെങ്കിൽ അവർ പറയുന്നത് ആക്ടിവിറ്റീസൊക്കെ ഇല്ല, അവർക്ക് എന്താ പറയുന്നത് അതിനൊന്നും ഡാൻസ് അങ്ങനൊന്നും ചേർക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ എല്ലാ ലോക്കൽ ഏരിയയിലും ബാസ്കറ്റ് ബോൾ അത്
ഇല്ല, അത് ഓസ്ട്രേലിയ ഒത്തിരി എന്താ പറയാ സപ്പോർട്ട് സപ്പോർട്ടാണ്. ചെയ്യുന്നുണ്ട്. ഓരോ സീസൺ അനുസരിച്ചാണ്. ഇപ്പോൾ എല്ലായിടത്തും വിന്റേഴ്സ് ടൈമിൽ ഇൻഡോർ ഗെയിംസിനാണ് അവർ നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ബാസ്കറ്റ് താല്പര്യം ഉണ്ടെങ്കിൽ ടേബിൾ ടെന്നീസ് അങ്ങനെയുള്ള ഓരോ സീസൺ. ഇപ്പോൾ സമ്മർ ആയി കഴിയുമ്പോൾ അതിന് ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെയുള്ള ഓരോ സീസൺ അനുസരിച്ചാണ് പിള്ളേർക്ക് നമുക്കതിനെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. അതിലെല്ലാം ഒത്തിരി സപ്പോർട്ടും കാര്യങ്ങളാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്താ പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒത്തിരി ഇവിടെ ഇഷ്ടപ്പെടുന്നു. സ്ഥലവും നല്ലതാണ്. അവർ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അതായത് നമ്മൾ റൂറൽ ഏരിയയിൽ നിന്ന് വന്ന് നമ്മൾ എന്താ പറയുന്നത് കുറച്ച് ഇവിടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. അതെ, റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ തുടക്കത്തിൽ വരുമ്പോഴേ ഉള്ളൂ ഇല്ലേ റൂറൽ തോന്നുന്നുള്ളൂ. നമ്മളിവിടെ ജീവിച്ചു തുടങ്ങി കഴിഞ്ഞാൽ റൂറലാണെന്ന് നമുക്ക് ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് തോന്നിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് ജോലിക്ക് പോകുന്നു, പിള്ളേരെ നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്ത് ഒരു 1 hour അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ട്രാവൽ ചെയ്ത് നമ്മുടെ മലയാളി അസോസിയേഷൻ. അതെ, ഇവിടെ അസോസിയേഷൻ ഉണ്ട്. 1 hour ട്രാവൽ ചെയ്താൽ തന്നെ മലയാളി അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ മലയാളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയും തുടക്കക്കാരെ പറ്റിയാണ് വരുന്നത്. നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾ വിസ കിട്ടിക്കഴിഞ്ഞ് റീജിയനിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കയറി വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചാൾ ഇവിടെ നിന്ന് അത്യാവശ്യം സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മാറാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് മാറി നിങ്ങൾക്ക് വീടും കാര്യങ്ങളൊക്കെ അമ്പതിന് നമുക്ക് സെറ്റിലാവാം ഇല്ലേ. അതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.